കോഴിക്കോട് ചേവായൂർ സൂരജ് കൊലപാതകത്തിൽ 10 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. പ്രായപൂർത്തിയാകാത്ത ഒരാളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി. വിശദാംശങ്ങളുമായി അനൽക സെയ്ദ് ചേരുന്നുണ്ട്. അനൽക, ഇപ്പോൾ 10 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് വിവരങ്ങൾ. ഒപ്പം തന്നെ അതിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ടല്ലോ. കോഴിക്കോട് ചേവായൂരിലെ സൂരജ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയാണ് പോലീസ്. ഇതിൽ കേസിലാകെ 18 പ്രതികളാണ് ആകെയുള്ളതെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ 10 പേരുടെ അറസ്റ്റാണ് ഇന്നലെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ 10 പേരിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ഒരാളാണ്. ഈ പ്രായപൂർത്തിയാകാത്ത ആളെ ഇന്നലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുൻപാകെ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ബാക്കി 8 പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടക്കുകയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ. ഇന്നലെ തന്നെ പോലീസ് ഈ അന്വേഷണ സംഘം മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട് 18 പേരാണ് ഇതിലുണ്ടായിട്ടുള്ളത്. അത് കൂടുതൽ പ്രതികളും ഉണ്ടോ എന്നുള്ളത് അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വകവരുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് അക്രമികൾ സൂരജിനെ ആക്രമിച്ചതെന്നും അതോടൊപ്പം തന്നെ മരണകാരണം കഴുത്തിനേറ്റ ക്ഷതമാണെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ACP, അതായത് മെഡിക്കൽ കോളേജ് ACP ഉമേഷ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് ശനിയാഴ്ച പുലർച്ചെ 2 മണിക്കാണ് ഇത്തരത്തിൽ സംഘർഷമുണ്ടായി ഈ സൂരജ് കൊല്ലപ്പെടുന്നത്. സംഘർഷത്തിന് കാരണം അതായത് കോഴിക്കോട് ചെത്തുകോട് SNS കോളേജിലുണ്ടായ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. അതായത് ആക്രമണത്തിന് ആദ്യങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ എന്നാൽ വകവരുത്തുക എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയതെന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കണ്ട സമയത്ത് ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. കേസിൽ പ്രതികളായിട്ടുള്ള ചെലവൂർ പെരയോട്ടിൽ മനോജ് കുമാർ, മക്കളായ അജയ് വിനോജ്, വിജയ് മനോജ് എന്നിവരടക്കമുള്ള 10 പേരുടെ അറസ്റ്റാണ് ഇന്നലെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇന്നും കൂടുതൽ നടക്കും. കസ്റ്റഡിയിലെടുക്കാനുള്ള 8 പേർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അനൂപ്, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു അനൽക സെയ്ദ്.